സ്തോത്രം. ദേവദാസൻ വളരെ ശക്തമായി ഈ ദിവസങ്ങളിൽ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകം പേരുടെ യേശുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ദേവദാസൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. നമുക്കൊരു സിമ്പിളായൊരു ചോദ്യമാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ യേശുവിലേക്ക് അടുക്കുന്നത്? അതിനുള്ള റീസൺ, മുഖാന്തരങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നടക്കുന്നത് എന്ന് ദേവദാസൻ്റെ അനുഭവത്തിലൂടെയും സുശുദ്ധ പരിചയത്തിലും വെച്ച് ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ ഉപകാരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കിങ്ഡം ഇൻസൈറ്റ് എന്ന സ്പിരിച്വൽ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യേ ആയിരിക്കുന്നത് പാസ്റ്റർ സാം ജോസഫാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ശക്തമായ ദൈവം ഉപയോഗിക്കുന്നതും ശക്തമായ ദൈവത്താൽ പ്രയോജനപ്പെടുന്നൊരു ദൈവദാസനാണ്. UAE അലയുന്ന സ്ഥലത്ത് ശക്തമായ ദൈവത്തിൻ്റെ വേലയിൽ വ്യാപൃതനായി മുന്നോട്ട് പോകുന്നൊരു ദൈവദാസനാണ്. ഈ പോഡ്കാസ്റ്റിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ സ്പിരിച്വൽ ആത്മീക വർധനവിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംഭാഷണത്തിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. 1 തെസ്സലോനിക്കർ 5:11 ഇപ്രകാരം പറയുന്നുണ്ട്: ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധനവ് വരുത്തിയും പോരുവിൻ. അപ്പം ആത്മീക വർധന വരുത്തുന്ന കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് മാറുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ വിശ്വാസിയെ എങ്ങനെ ദൈവം പണിതുയർത്തുന്നു, ദൈവത്താൽ എങ്ങനെ ഉപയോഗപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവത്താൽ ആത്മീകമായി വളരുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ദൈവദാസനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു റോബിനെ. ഓക്കെ, സ്തോത്രം. ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് തീരട്ടെ. പ്രത്യേകിച്ച് റോബിനെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന് ഒത്തിരി പോഡ്കാസ്റ്റുകളും ഒത്തിരി പ്രോഗ്രാംസും ഒക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു ഉദ്ദേശത്തിനുമല്ല. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ ഉദ്ദേശം എന്താണ്, ഏത് ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുന്നു. ദൈവം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഉദ്ദേശം. എനിക്കും റോബിനും ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, എന്ത് സാധിക്കും? ഞങ്ങളുടെ ഉദ്ദേശം ശരിയാണ്, പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിന് മുൻപിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന് മുമ്പിലാകിയാൽ റോബിൻ സൂചിപ്പിച്ചതുപോലെ ഇത് അനേകർക്ക് പ്രയോജനമായി തീരുവാനും ആത്മീയ വർധനവിന് കാരണമായി തീരുവാനും ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ ആത്മീയ വർധനവിന് ഈ പോഡ്കാസ്റ്റുകൾ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദേവദാസൻ വളരെ ശക്തമായി ദിവസങ്ങളിൽ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകം പേരുടെ യേശുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ദേവദാസൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. നമുക്കൊരു സിമ്പിളായൊരു ചോദ്യമാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ യേശുവിലേക്ക് അടുക്കുന്നത്? അതിനുള്ള റീസൺ, മുഖാന്തരങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നടക്കുന്നത് എന്ന് ദേവദാസൻ്റെ അനുഭവത്തിലൂടെയും സുശുദ്ധ പരിചയത്തിലും വെച്ച് ഞങ്ങളോടൊന്ന് പറഞ്ഞാൽ ഉപകാരമായി. റോബിനെ, നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ജനത്തെ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കുക. കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്: ആരെയും വിശ്വാസികളാക്കാനല്ല കർത്താവ് പറഞ്ഞത്, ശിഷ്യന്മാരാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പലവിധമായ ആക്ടിവിറ്റിക്കകത്തില്ല ആയിരുന്ന വ്യക്തികളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ പത്രോസിൻ്റെ ഉദാഹരണം നോക്കിയാൽ താൻ മീനെ പിടിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ തൻ്റെ ശൂന്യമായിട്ടുള്ള പടകിനകത്തിൽ ആരും സഹായിക്കാനില്ലാതെ താൻ നിൽക്കുമ്പോൾ കർത്താവിലേക്ക് കടന്നു ചെല്ലുക, അവൻ്റെ ജീവിതത്തിലേക്ക് യേശു എൻട്രി ചെയ്തിട്ട് ആദ്യം കർത്താവ് ചെയ്യുന്നത് അവൻ്റെ ആ ശൂന്യമായ പടകിനെയും വലയെയും അതിൻ്റെ ശൂന്യതയെ മാറ്റുക. അവൻ്റെ അന്നേരത്തെ ആവശ്യം ആ ശൂന്യത മാറ്റുക. ആ ശൂന്യത മാറ്റിക്കഴിഞ്ഞപ്പോൾ അവൻ അടുത്തത് ചെയ്യുന്നത് അതുവരെ അവൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഒരു രാത്രി മുഴുവൻ താൻ അധ്വാനിച്ചിട്ട് നടക്കാത്തൊരു കാര്യത്തെ ഒറ്റ നിമിഷം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ പരിഹരിക്കുന്ന ഒരു ക്രിസ്തുവിനെ അവൻ കാണുക. അത് അവൻ്റെ ജീവിതത്തിൽ അത്ഭുതമാണ്. താൻ എത്രയോ വർഷമായിട്ട് മത്സ്യത്തെ പിടിക്കുന്നു, അത് തൻ്റെ ജീവിതത്തിൽ അത്ഭുതമാണ്. അപ്പോൾ തന്നെ ക്രിസ്തുവുമായിട്ടുള്ള അടുത്തൊരു ബന്ധത്തിൽ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്: കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനായിത്തീരും. കണ്ടോ അവിടുത്തെ ദൈവിക എൻകൗണ്ടർ കണ്ടോ? അപ്പോൾ കർത്താവ് ഒരു വ്യക്തിയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആദ്യത്തെ കർത്താവിൻ്റെ ഒരു എൻകൗണ്ടർ അല്ലെങ്കിൽ എൻട്രി എന്ന് പറയുന്നത് അവൻ ഇന്ന് ആയിരിക്കുന്ന ആ സാഹചര്യത്തിൻ്റെ നടുവിൽ അവനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ, ആ സാഹചര്യത്തിൻ്റെ പ്രശ്നത്തിനകത്തുള്ളൊരു പരിഹാരം വരുത്തും. നമ്മളിന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്നും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ
ആയിരക്കണക്കിന് ആൾക്കാർ ക്രിസ്തുവിലേക്ക് വരുവാനുള്ള ഒരു കാരണം, ഞാൻ അങ്ങനെയാണ് കർത്താവിലേക്ക് വന്നത്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. അന്ന് ഒത്തിരി പേര് എന്നോട്, ഞാൻ ആ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നാട്ടിൽ എല്ലാ സൗകര്യവും കൂടെ നിൽക്കുമ്പോഴും ഒത്തിരി പേര് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയൊരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് എൻ്റെ ജീവിതത്തിനകത്തിലുണ്ടായ വലിയൊരു സ്ട്രഗിള്, അതിനകത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലാതെ ഞാൻ പല പള്ളികളിൽ പോയി ആരും സഹായിക്കാനില്ലാതെ നിൽക്കുമ്പോൾ എൻ്റെ ക്യാമ്പിലേക്ക് വന്ന ചില സഹോദരങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തെയൊക്കെ പറഞ്ഞു. ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, മൈൻഡ് ചെയ്തില്ല. എന്ത് പ്രാർത്ഥന, ഞാൻ എത്ര പ്രാർത്ഥന കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വർദ്ധിച്ചപ്പോൾ ഞാൻ അവസാനം അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അവരോട് ചോദിച്ചു, എന്ത് വിഷയത്തിനാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു വലിയ പ്രശ്നത്തിലാണ് ഇവിടെ അകപ്പെട്ടിരിക്കുന്നത്, എന്നെ സഹായിക്കാൻ ആരുമില്ല. അവർ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ മോനെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുകയും എന്നോട് പറഞ്ഞു, നീ ഞങ്ങളുടെ ചർച്ചിലേക്ക് ഈ വെള്ളിയാഴ്ച മീറ്റിങ്ങിന് കടന്നു വരാൻ പറഞ്ഞു. ഞാൻ ആ മീറ്റിങ്ങിനായിട്ട് വെള്ളിയാഴ്ച ചർച്ചിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ പെന്തക്കോസ് ആരാധനയുടെ ഒരു അനുഭവമൊക്കെ എനിക്ക് അവിടെ ചെന്നു. ആ മീറ്റിങ്ങിൽ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടിയെങ്കിലും എന്നെ ടച്ച് ചെയ്തൊരു കാര്യമാണ് ഞാൻ റോബിനോട് പറയാൻ പോകുന്നത്. ഞാൻ അവിടെ ആ മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ ദൈവദാസൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല. കൂട്ടുകാരെ വിളിച്ചു, നാട്ടുകാരെ വിളിച്ചു, എന്നെ വിട്ട് ഏജന്റിനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു, ആരും സഹായിക്കാനില്ല. അങ്ങനെ തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ ആ ദൈവദാസൻ എൻ്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചിട്ടൊരു ദൂതൻ എന്നോട് പറഞ്ഞു, മോനെ 6 മാസത്തിനുള്ളിൽ നിന്റെ സ്ഥിതിയും അവസ്ഥയും മാറ്റും. അപ്പോൾ അത് ക്രിസ്തുവിലേക്ക് എന്നെ അടുപ്പിക്കുവാനുള്ള ഒരു വഴിയായിരുന്നു. കർത്താവിന് എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ഒരു വഴിയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ പിൻപിൽ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെയുടെ ദിനങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിനകത്തിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകും. ക്രിസ്തുവിനെ കാണാനുള്ള എൻകൗണ്ടർ. എൻ്റെ ലൈഫിൽ റിയലായിട്ട് ക്രിസ്തുവിനെ കാണാനുള്ള എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ വന്ന ആ ലോകപരമായൊരു പ്രശ്നത്തിനകത്തിൽ ആ ചർച്ചിലേക്ക് പോയി ആ ദൈവദാസൻ പ്രാർത്ഥിച്ചൊരു ദൂത് പറഞ്ഞു, നീ നാളെ രക്ഷിക്കപ്പെടുമെന്നൊന്നും അല്ല പറഞ്ഞ്, 6 മാസത്തിനുള്ളിൽ നീ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം. ഞാൻ ആ ചർച്ചിൽ തുടർന്ന് പോയത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, കർത്താവിനെ കാണാൻ വേണ്ടിയല്ല, 6 മാസത്തെ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. കാര്യം ഞാൻ അങ്ങനെ ഒരു വിഷയത്തെ അകപ്പെട്ട് നിൽക്കുക. അപ്പോൾ ആ പ്രശ്നത്തിന് 6 മാസമൊന്നും എടുത്തില്ല റോബിനെ. 3 മാസത്തിനുള്ളിൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കമ്പനിയിൽ ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ല. ഞാൻ കുറച്ച് മുമ്പ് പത്രോസിന്റെ കാര്യം പറഞ്ഞതുപോലെ നടക്കാൻ സാധ്യതയില്ലാത്ത, എൻ്റെ എക്സ്പീരിയൻസിന് ചെയ്യാൻ പറ്റാത്ത, എൻ്റെ കഴിവിന് ചെയ്യാൻ പറ്റാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിന് മേൽ യേശു ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്തപ്പോൾ ഞാൻ വിശ്വസിച്ചു, എൻ്റെ ലൈഫിനകത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു യേശു ഉണ്ട്. അവിടെ നിന്ന് ആ അത്ഭുതം കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തിൽ ബേസ് ചെയ്ത് നിൽക്കുമല്ല, ഞാൻ പിന്നീട് ചർച്ചിലേക്ക് പോകുന്നത് യേശുവിനെ കണ്ടെത്താൻ വേണ്ടി. കണ്ടോ, ആദ്യത്തെ സ്റ്റെപ്പ് എൻ്റെ ഞാൻ ഇപ്പോഴകപ്പെട്ട് കിടക്കുന്ന ജീവിത സാഹചര്യത്തിനകത്തിൽ എന്നെ വിടുവിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എൻ്റെ ലൈഫിനകത്തിൽ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന നിലവാരത്തിൽ ദൈവം ചെയ്തു. രണ്ടാമത്തെ ഘട്ടം, അവിടെ നിന്ന് ഞാൻ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ ഞങ്ങളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിനകത്തിൽ എവിടെങ്കിലും നിങ്ങളുടെ ഭൗതിക സാഹചര്യത്തിനകത്തിൽ സഹായിപ്പാൻ ആരുമില്ലാതെ, ഇനി മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ ആരെന്നെ സഹായിക്കാനുണ്ടെന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്നെ സഹായിച്ച കർത്താവ് നിങ്ങളെ സഹായിപ്പാൻ സർവശക്തനാണ്. നിങ്ങളുടെ ലൈഫിനകത്തിൽ ഏതു മേഖലയാണെങ്കിലും അത്ഭുതത്തെ ചെയ്യാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. ആ യേശു നിങ്ങളോട് മറ്റൊന്നും ചോദിക്കുന്നില്ല. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുടെ എൻ്റെ അടുക്കവാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ്. ഞാൻ ഒത്തിരി അധ്വാനിച്ചു, എന്നെ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ട് മരുഭൂമിയിൽ നിന്ന്, ബൈബിൾ ഇങ്ങനെ പറയുന്നു, മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവം. ആ ദൈവം എന്നോട് സംസാരിച്ച ആ ദൈവത്തിന്റെ എൻ്റെ ലൈഫിലുണ്ടായ എൻകൗണ്ടർ ആണ് എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. നാട്ടിലൊക്കെ വെച്ച് ഞങ്ങൾ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. ഞാൻ ആ ബൈബിൾ ഉപയോഗിക്കുന്നത് 91 സങ്കീർത്തനം വായിക്കാൻ വേണ്ടിയാണ് മാത്രമാണ് ഞാൻ ബൈബിൾ ഉപയോഗിക്കുക. കാര്യം പേടി വരുമ്പോൾ 91 സങ്കീർത്തനം എടുത്ത് ഉപയോഗിക്കും മാത്രമേ ഉള്ളൂ. കാര്യം ബൈബിൾ വായിക്കണമെന്നോ അങ്ങനെ ഒരു ടീച്ചിങ് ഒന്നും ഞങ്ങളായിരുന്ന സമൂഹമൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ തുടർമാനമായിട്ട് ചർച്ചിൽ പോവുകയും ആരാധിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ കേൾക്കുന്ന ഓരോ വചനവും എൻ്റെ ലൈഫിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ ക്യാമ്പുള്ള സഹോദരങ്ങൾ എനിക്കൊരു പുതിയ നിയമത്തിലെ ബൈബിൾ കൊണ്ടു തന്നു. ആ ബൈബിൾ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, മോനെ സ്നാനം സത്യമാണ്, നീ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്നാനത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, സ്നാനത്തെക്കുറിച്ച് ഞാൻ തർക്കിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അവരെനിക്ക് ദൈവവചനത്തിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി തന്നു. സ്നാനത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തി തന്നു. അപ്പം ഞാൻ മാമോദിസ മുങ്ങിയ ഒരാളാണ്. ചെറുപ്പത്തിൽ എന്നെ മാമോദിസ മുക്കിയ ഒരാളാണ്. അപ്പം എന്നോട് ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള വ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾ പറയും നീ സ്നാനം മാത്രമുള്ള സത്യം,
ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് റോബിനോട് പറയാം. റോബിനെ, ബൈബിൾ ഒറ്റ സ്നാനത്തെക്കുറിച്ചേ പറയുന്നുള്ളൂ, വിശ്വാസ സ്നാനം. മുതിർന്ന സ്നാനവും ഇല്ല, ചെറിയ സ്നാനവും ഇല്ല, ശിശു സ്നാനവും ഇല്ല, ഒറ്റ സ്നാനമേ ഉള്ളൂ, വിശ്വാസ സ്നാനം. ആര് വിശ്വസിക്കുന്നോ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന വചനം പറയുന്നത്. അല്ലാതെ സ്തോത്രം കുഞ്ഞായപ്പോൾ സ്നാനപ്പെട്ടെന്നോ വലുതായപ്പോൾ സ്നാനം, ഇതൊന്നും ഒരു കാര്യമില്ല. പലരും പല നിലവാരത്തിലാണ് സ്നാനത്തെക്കുറിച്ച്. പക്ഷേ ബൈബിൾ പറയുന്ന ഒറ്റ സ്നാനമേ ഉള്ളൂ, വിശ്വാസ സ്നാനം. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ബൈബിളിൽ നിന്ന് ഈ വാക്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി തന്നിട്ട് എന്നോട് പറഞ്ഞ, മോനെ നീ ഇത് വായിക്കുക, ദൈവം നിന്നോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ ദൈവവചനമായിട്ട് സമീപിക്കുമ്പോൾ മുൻവിധി ഇല്ലാതെ സമീപിക്കണം. ഞാൻ ഇതുവരെ എന്നോട് പറഞ്ഞ ആൾക്കാർ എൻ്റെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്, എനിക്കൊരു കുഴപ്പമില്ല, അപ്പോൾ തർക്കിക്കാൻ നിന്നു. പക്ഷെ അന്ന് ഞാൻ തർക്കിക്കാതെ ആ കിട്ടിയ ബൈബിളുമായിട്ട് ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ, ഞങ്ങൾ അന്നൊരു ക്യാമ്പിലാണ് താമസിക്കുന്നത്, ഡബിൾ ഡെക്കറുള്ള ഒരു ബെഡിന് അടിയിലാണ്. എൻ്റെ ബെഡിൻ്റെ അടിയിലേക്ക് ഞാൻ പോയി നിന്നിട്ട് ഈ ബൈബിളിൽ അവർ പറഞ്ഞ, എനിക്കപ്പോൾ ബൈബിളിനകത്ത് റെഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ എനിക്കറിയത്തില്ല. ഞാനത് വെച്ചിട്ട് തപ്പി കണ്ടുപിടിച്ചിട്ട്, ആ പറഞ്ഞതെല്ലാം തപ്പി കണ്ടുപിടിച്ചിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി. കർത്താവ് നിഷ്കളങ്ക ഹൃദയത്തോടെ റോബിനെ ഞാനത് വായിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാമ്മയോട്, അന്ന് എനിക്ക് പരിശുദ്ധാമാവാണ് ഇടപെടുന്നതെന്നും എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഒരാൾ എന്നോട് പറയാം, നീ എന്തൊരു മണ്ടനായിരുന്നു. അത് എൻ്റെ ഉള്ളിൽ ആത്മാവ് സംസാരിക്കുക. ഇപ്പം എനിക്കറിയത് പരിശുദ്ധാമാവാണെന്ന്, പക്ഷെ അന്ന് എനിക്കൊന്നും അറിയത്തില്ല. പെട്ടെന്ന് എനിക്ക് അതുവരെ ഉണ്ടാകാത്ത ജീവിതത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകുകയാണ്. പെട്ടെന്ന് ഒരാൾ എന്നോട് ദൈവവചനം സംസാരിച്ചപ്പോൾ പരിശുദ്ധാത്മ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം നിഷ്കളങ്കതയോടെ ഞാൻ വായിക്കാൻ തുടങ്ങിയ, മുൻവിധിയില്ലാതെ നിഷ്കളങ്കതയോടെ ആ സഹോദരന്മാർ പറഞ്ഞു തന്ന പുതിയ നിയമ ബൈബിളും എടുത്ത്, ആ റെഫറൻസ് എടുത്ത് നിഷ്കളങ്കതയോടെ ഞാൻ ബൈബിൾ തുറന്ന്, സ്നാനത്തെക്കുറിച്ചുള്ള റെഫറൻസ് അതിനകത്ത് കിടക്കുന്നില്ല, വായിക്കാൻ തുടങ്ങിയപ്പോൾ റോമലേഖനത്തിൽ ഓരോ ഭാഗങ്ങളിലും പുതിയ നിയമത്തിൽ എഴുതിയിട്ടുള്ള റെഫറൻസുകൾ എടുത്ത് ഞാൻ വായിക്കുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ പറഞ്ഞല്ലോ അന്ന് എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് ഒന്നും അറിയത്തില്ല, ഒരാൾ സംസാരിക്കുകയാണ് എന്നോട്, നീ എന്തൊരു മണ്ടനായിരുന്നു, ഇത്രയും നാളായിട്ട് നീ ആ സത്യം അറിയാതെ കടന്നല്ലോ. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരാൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് എനിക്കറിയാം പരിശുദ്ധാത്മാവാണെന്ന്. പെട്ടെന്ന് അയ്യോ, അടുത്തത് എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു പാപബോധം വരും. അയ്യോ കർത്താവേ, ഞാൻ എന്തൊരു മണ്ടനായിരുന്നു, ഇത്രയും നാൾ ഞാൻ ഈ സത്യം അറിയാതെ കടന്നുപോയല്ലോ കർത്താവേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൽ ആഴത്തിലൊരു പാപബോധവും, എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു ചേഞ്ചും, അയ്യോ എനിക്ക് സ്നാനപ്പെടണം എന്നുള്ള ഒരു ആഴത്തിലൊരു ബോധ്യം എൻ്റെ ഹൃദയത്തിൽ ആ നിമിഷത്തിലുണ്ടായി. അടുത്ത ദിവസങ്ങൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, എന്നോട് ദൈവം സംസാരിച്ചു, എനിക്ക് സ്നാനപ്പെടണം. അടുത്തൊരു കാര്യം കൂടെ പറയാം. സ്നാനപ്പെടാൻ പോയപ്പോഴത്തേക്കിന് ഞാൻ ജഡരക്തങ്ങളോടൊന്നും ആലോചന ചോദിച്ചില്ല. ദൈവം വ്യക്തിപരമാ സ്നാനം, വ്യക്തിപരമാ രക്ഷ, വ്യക്തിപരമാ നിത്യത, ഇതെല്ലാം വ്യക്തിപരമാണ്. റോബിന് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, എനിക്ക് റോബിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ഇവരെ ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞ് അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നാൽ മാത്രമേ അവന് സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. എനിക്കിത് പറയാവുന്ന മാത്രമേ ഉള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാനൊരു കാര്യം പറയാം, രക്ഷ തികച്ചും വ്യക്തിപരമാണ്. അപ്പോൾ സാമ്പാസിന് ഒരിക്കലും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇങ്ങനൊരു സത്യമുണ്ടെന്ന് നിങ്ങളോട് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർഷങ്ങളായിട്ട് സ്നാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പലരും ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, ഞാനിവിടെ തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ദൈവം എന്നോട് തർക്കിക്കുന്നവർ ഒരിക്കലും ദൈവം സംസാരിക്കത്തില്ല. പലപ്പോഴും നമ്മളാണെങ്കിൽ പല ടോക്കുകളൊക്കെ പല തർക്കിക്കുന്ന ടോക്കുകളൊക്കെ വെക്കാറുണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം പ്രയോജനമാണെന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ ഒരു വ്യക്തി നിഷ്കളങ്കതയോടെ, ഞാനെപ്പോഴും പല സഹോദരങ്ങളെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ബ്രദർ ഞങ്ങൾ പറഞ്ഞ നീ അങ്ങോട്ട് എല്ലാം ഉൾക്കൊള്ളണമെന്നില്ല, നീ ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ ഈ സഹോദരൻ പറഞ്ഞ സത്യമാണെങ്കിൽ നീ എന്നോടൊന്ന് സംസാരിക്കണം. നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട്, ദൈവമേ നീ ജീവനുള്ളൊരു സത്യ ദൈവമാണ് യേശുവെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ പറയാം, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം സംസാരിക്കും. നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ഒരു വിടുതൽ ചെയ്യും. മുൻവിധിയില്ലാതെ ദൈവത്തെ സമീപിക്കുക. കാര്യം ബൈബിൾ ഇങ്ങനൊരു പദം പറയുന്നു, റോബിനെ, നിഷ്കളങ്കനോട് ഞാൻ നിഷ്കളങ്കതയോട് ഇടപെടും, വക്രനോട് ഞാൻ വക്രതയോടെ ഇടപെടും. ഞാൻ റോബിനെ എന്തെങ്കിലും ഒരു ചോദ്യത്തിൽ കൊടുക്കാൻ ചെല്ലുവാണെങ്കിൽ ദൈവം അതിനേക്കാട്ടും വലിയ ചോദ്യത്തിൽ റോബിനെ കൊടുക്കുക. അത് ഞാൻ 2 തെളിവുകൾ ബൈബിളിൽ നിന്ന് പറയാം. എന്നെ ഒത്തിരി ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട തെളിവാണത്. ഒരിക്കൽ യേശുവിനെ വാക്കി കൊടുക്കാൻ വേണ്ടി ഈ പരീശന്മാർ ചെന്നിട്ട് അവരുടെ ഹൃദയത്തിൽ 2 ചോദ്യങ്ങൾ, കൈസറിന് കരം കൊടുക്കുന്നത് വിഹിതമല്ലയോ, ഈ 2 ചോദ്യങ്ങളാണ് റോംബി നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഹൃദയത്തിലുള്ള ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ യേശു പറയും കൊടുക്ക്, അല്ലെങ്കിൽ യേശു പറയും കൊടുക്കണ്ട. ഇത് 2 വന്നാലും ഞങ്ങൾക്ക് ഇവരെ വാക്കി കൊടുക്കാം. പക്ഷേ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവരുടെ ഹൃദയ വിചാരങ്ങളെ യേശു അറിഞ്ഞിരുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനത് ആ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. നിങ്ങൾ മുൻവിധിയോട് കർത്താവിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. പക്ഷേ നിഷ്കളങ്കതയോടെ, ഞാൻ അതിന് 2 ഉദാഹരണം പറയാം റോബിനെ. അവരോട് കർത്താവ് പറഞ്ഞു, അവരുടെ ഹൃദയവിചാരങ്ങളെ അറിഞ്ഞിട്ട് കർത്താവ് അവരോട് സംസാരിച്ച് അവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. ഇതിൻ്റെ സ്വരൂപവും മേലെഴുത്തും ആരുടേതാണ്? കൈസറിൻ്റെ. അപ്പം കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ള കൈസർക്കും, ദൈവത്തിനും കൊടുക്ക്. അവർ തലകുനിച്ച് നാണം കെട്ടു. 3ാമത്തെ ഒരു ഉത്തരം ഇവർ പ്രതീക്ഷിക്കാത്ത കർത്താവ് പറഞ്ഞത് കണ്ടോ. ഞാൻ ഇപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. എല്ലാവരും നമ്മളോട് പറയുന്ന ഒരു ഉത്തരവാണ് അല്ലേ, യെസ് നടക്കും അല്ലെങ്കിൽ നടക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത 3ാമത്തെ ഒരു ഉത്തരം കർത്താവിൻ്റെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും തരാൻ കഴിയാത്ത 3ാമത്തെ ഒരു ഉത്തരം ദൈവത്തിന്റെ കരത്തിലുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് പറയാം, നിങ്ങൾ ഇന്ന് നിങ്ങൾ ഈ സമയം, നിങ്ങൾ ഏത് സമയത്ത് ഏത് രാജ്യത്ത് എവിടെ ഇരുന്നാണ് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ ഉത്തരമില്ലാത്ത വിഷയത്തിനകത്തിൽ മനുഷ്യൻ നിങ്ങളോട് ഒന്നുകിൽ പറഞ്ഞു യെസ് എന്ന്, അല്ലെങ്കിൽ പറഞ്ഞു നോ എന്ന് പറഞ്ഞാൽ നടക്കൂന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഭാരത്തോടായിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ സേവിക്കുന്ന എൻ്റെ യേശു, നാം സേവിക്കുന്ന നമ്മുടെ യേശു പറയുന്നു, മോളെ 3ാമത്തെ ഒരു ഉത്തരം നിങ്ങൾക്കുണ്ട്. ഈ പോഡ്കാസ്റ്റിലൂടെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഏത് ജീവിത ഭാരത്തിൽ വേദനയോടായിരിക്കുന്നോ 3ാമത്തെ ഒരു ഉത്തരവുമായി ഞങ്ങളുടെ ജീവിതത്തിനകത്തിൽ ഇന്നലകൾ ഇറങ്ങിയ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങാൻ മതിയായ ദൈവമാണ്. സ്തോത്രം. റോബിനെ അവരുടെ ഹൃദയവിചാരം അറിഞ്ഞിട്ടാണ് കർത്താവ് അവിടെ പറഞ്ഞത്. ഇനി അടുത്തൊരു സംഭവം കൂടെ ഞാൻ പറയാം. വേശ്യാക്കുറ്റത്തിൽ പിടിച്ചൊരു സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ അവൾ വന്നതല്ല, അവളെ ന്യായപ്രമാണപ്രകാരം കല്ലെറിഞ്ഞ് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ന്യായപ്രമാണം വിധിക്കപ്പെട്ടിരിക്കുക. ഇവൾ നിസ്സഹായതയോടെ വന്ന് യേശുവിൻ്റെ കാൽക്കൽ നിൽക്കുക. അപ്പോഴും ഇവരുടെ കയ്യിൽ 2 ഉത്തരം. ഇവർ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് 2 ഉത്തരം പ്രതീക്ഷിക്കുന്നത്. ഒന്നുകിൽ യേശു പറയും ഇവളെ കല്ലെറിയാൻ, അല്ലെങ്കിൽ യേശു പറയും കല്ലെറിയണ്ടാന്ന്. ഇത് 2ഉം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ നിൽക്കുന്നത്. അപ്പോ ഇവർ 2ഉം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ നിൽക്കുമ്പോഴത്തേക്കിന് യേശു നിലത്ത് കുനിഞ്ഞിരുന്ന് യേശുവിൻ്റെ ഇന്ന് ഒരു ഉത്തരം വേണം. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ നിസ്സഹായതയോടെ അവിടെ കിടക്കുക. ഇതിനകത്തിനും വലിയൊരു ദൂതുണ്ട് റോമിനെ. നിസ്സഹായതയോടെ അവൾക്കൊന്നും പറയാനില്ല. ആരുടെ കാൽക്കീഴ കിടക്കുന്നത്? യേശുവിൻ്റെ പാദപീഠത്തിലാണ് കിടക്കുന്നത്. ഞാനൊരു ദൂത് പറയാം റോമിനെ. യേശുവിൻ്റെ പാദപീഠത്തിൽ വന്ന് കിടക്കുന്ന ഏത് നിസ്സഹായനായ വ്യക്തിയും വിടുവിക്കുവാൻ തക്കണ എൻ്റെ കർത്താവിൻ്റെ ഉത്തരമുണ്ട്. ഞാനത് പറയുമ്പോൾ തന്നെ അസാധാരണമായ ഒരു ദൈവസാന്നിധ്യം എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുക. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഈ റൂമിൽ അസാധാരണമായ ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഞങ്ങൾ അനുഭവിക്കുക. ഇന്ന് ഈ സമയം നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ ഉത്തരമില്ലാതെ നിസ്സഹായതയോടെ നിങ്ങൾ യേശുവിന്റെ പാദപീഠത്തിൽ വന്ന് വീണ് കിടക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ഉത്തരത്തെ ഇപ്പോൾ തരുവാൻ എൻ്റെ യേശു മതിയായവനാണ്, എൻ്റെ യേശു വിശ്വസ്തനാണ്. അവിടെ കിടക്കുക. 2 ഉത്തരം ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ യേശു അവിടെ നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ട് അവരോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഇവരാരും പ്രതീക്ഷിക്കാത്ത ഉത്തരം. നിങ്ങൾ പാപബോധം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഞാൻ തൊടുകയാണ്. യേശുവിൻ്റെ ഒറ്റ വാക്കുണ്ടല്ലോ, പാപബോധം ഉണ്ടാക്കി കൊടുത്തവർക്ക്. ഞാനൊരു കാര്യം പറയാം റോബിനെ, യേശുവിൻ്റെ പ്രസൻസ് ആണ് നമ്മളെ പാപബോധത്തിലേക്ക് നയിക്കുന്നത്. നിങ്ങൾക്ക് പാപബോധം ഉണ്ടാകുന്നില്ല, രക്ഷയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ യേശുവിൻ്റെ സാന്നിധ്യമില്ല. യേശുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് പാപബോധമുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് അനുതാപമുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യമുള്ളത് നിലവിളിയുണ്ട്. യേശുവിൻ്റെ ഒറ്റ വാക്ക്, ഞാൻ അത് അടുത്തതും തെളിയിക്കാം. യേശുവിൻ്റെ ഒറ്റ വാക്ക്, ആ ഒറ്റ വാക്കിനകത്ത് സംഭവിച്ചതെന്നറിയാം. അതുവരെ പാപബോധമില്ലാതെ എടാ ഞങ്ങളുടെ കയ്യിലെല്ലാം കല്ലുണ്ടടാ, ന്യായപ്രമാണം ഉണ്ടടാ, കല്ലെറിയുമെന്ന് പറഞ്ഞവർ മുഴുവൻ കല്ല് താഴെയിട്ടു, മടങ്ങിപ്പോയി. യേശു ആ സ്ത്രീയെ നോക്കിയിട്ട് പറഞ്ഞു, ആരും നിന്നെ വിധിച്ചില്ലേ? ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? പോകാൻ ഞാനും വിധിക്കുന്നില്ല. അടുത്തൊരു പദം, മേലാൽ പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. ഇന്ന് ഞാനിത് പറയുമ്പോൾ റോബിനെ, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ വാക്കുണ്ടല്ലോ, ഇനി പാപം ചെയ്യരുത്, ശരിക്കും ആ സ്ത്രീയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ടോ? പിന്നീട് പാപം ചെയ്യാൻ ഒരു മിനിറ്റ് പോലും പിന്നെ അതിനുള്ള ഒരു അവസരത്തിന് പോലും അതിനുള്ള ഒരു അകത്തുനിന്ന് ഒരു ത്വര പോലും വരാതെ ആ സ്ത്രീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയാം റോബിന്, അതാ ഞാൻ പറയാൻ വന്നത്. യഥാർത്ഥമായ യേശുവിനെ ഒരു വ്യക്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് പാപം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയാം? ആ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം. നോക്കിക്കേ, യേശുവിന് അവളെ വിധിക്കാൻ പറ്റുന്ന ഒറ്റ വ്യക്തി ആരാന്ന് വെച്ചാൽ യേശുവാ. കാര്യം ബൈബിൾ പറയുന്നു, യേശുവാണ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ട്, വാ. അപ്പോൾ അവിടെ പാപമില്ലാതെ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയാണെങ്കിൽ അത് യേശു മാത്രമാണ്.
യേശു മാത്രം. യേശുവിനെ അവളെ വിധിക്കാം, പക്ഷേ യേശു വിധിക്കുന്ന യേശുവിൻ്റെ സ്നേഹം കണ്ടോ? യേശു ചേർത്ത് പിടിച്ചു. യേശു ചേർത്ത് പിടിച്ചവളെ. ആ ചേർത്ത് പിടിക്കലാണ് റോബിനെ അവളെ പിന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാതെ. റോബിൻ ഇപ്പം ചോദിച്ചതുപോലെ അവൾ പിന്നെ ജീവിതത്തിൽ പാപം ചെയ്യുമോ? ഞാനൊരു കാര്യം പറയാം, യേശുവുമായിട്ട് റിയലി ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ, അപ്പായുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. യേശു റിയലി നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ പാപം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം യേശുപ്പ നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ രക്ഷയുണ്ടല്ലോ കാൽവരി ക്രൂശിൽ, നാം ഒന്നും പകരം കൊടുക്കാതെ. ആ സ്ത്രീ എന്തെങ്കിലും പകരം കൊടുത്തോ? ഒന്നും പകരം കൊടുത്തില്ല. ഒന്നും പകരം കൊടുക്കാതിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായി ഇറങ്ങി യേശു നിൽക്കുക. എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രിയപ്പെട്ടവരെ, യേശു ഇന്നും ഒരു മധ്യസ്ഥനായി നിൽക്കുക. ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും വലിയ പാപങ്ങൾക്കകത്തിൽ കുരുക്കപ്പെട്ട് ഇനി മുൻപോട്ട് പോകാൻ വഴിയില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിന്റെ പാപം രക്താംബരം പോലെ കടിഞ്ചോപ്പാണെങ്കിൽ ആ പാപത്തിനകത്ത് നീ ആത്മഹത്യ ചെയ്യാൻ പോകണ്ട. ആ പാപത്തിനകത്ത് നീ ജീവിതം നശിപ്പിക്കാൻ പോകണ്ട. ആ പാപത്തിനകത്ത് കുരുങ്ങി നീ നിന്റെ ജീവിതത്തെ മറ്റു മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റു ലോകസുഖങ്ങൾക്ക് മുമ്പിൽ പോകണ്ട. അതൊന്നും നിന്നെ രക്ഷിക്കത്തില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? യേശുവിന്റെ പാദപീഠത്തിലേക്ക് ബൈബിൾ ഇങ്ങനെ പറയുന്നു, നിന്റെ പാപം രക്താംബരം പോലെ കടും ചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുന്ന ഒരു രക്തമുണ്ട്. അത് യേശുവിൻ്റെ രക്തമാണ്. ആ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഈ വിശ്വസിക്കുന്ന ഈ സമയത്ത് തന്നെ യേശു നിങ്ങളുടെ അരികിൽ നിൽപ്പുണ്ട്. യേശു നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവേ, അപ്പാ തെറ്റുപറ്റിപ്പോയി, ഞാനൊരു പാപിയ. ആ സ്ത്രീ യേശുവിൻ്റെ പാദപീഠത്തിൽ ഒന്നും പറയാൻ കഴിയാതെ കിടന്നതുപോലെ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങും. അവളെ വിധിക്കാൻ നിന്ന, കല്ലെറിയാൻ നിന്ന മുഴുവൻ പേരുടെയും കല്ല് താഴെയിട്ടിട്ട് അവരെല്ലാം പോയപ്പോൾ യേശു സ്വതന്ത്രമാക്കി വിട്ടതുപോലെ നിങ്ങളെ സ്വതന്ത്രമാക്കി വിടുവാൻ യേശു മതിയായവന്. അപ്പം എൻ്റെ ലൈഫിനകത്തിലും ആ വചനം ഭയങ്കര സ്വാതന്ത്ര്യത്തെ കൊണ്ടുവന്നു. സ്തോത്രം. അപ്പോൾ 90% ആൾക്കാർ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിലാണ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. തീർച്ചയായിട്ടും. കാരണം അല്ലാതെ കണ്ടുമുട്ടുന്നവരുണ്ടോ? അല്ലാതെ കണ്ടുമുട്ടുന്നവരുണ്ടാകാം, പക്ഷേ ഈ സത്യം അന്വേഷിച്ച് കണ്ടുമുട്ടുന്നവർ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് പലരെയും. അതെ. അതെങ്ങനെയാണ് പാസ്റ്റർ? ഇപ്പോൾ പല ആൾക്കാരും ആണെങ്കിൽ ഇപ്പം ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ സത്യം അന്വേഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജീവനുള്ളൊരു ദൈവം ഉണ്ടോ? എന്തിനാണ് ഒരാൾ സത്യം അന്വേഷിക്കാൻ പോകുന്നത്? സത്യാന്വേഷണങ്ങൾ എന്തിനാണ് സത്യം അന്വേഷിക്കാൻ പോകുന്നത്? ഇപ്പോൾ സത്യം അന്വേഷിക്കാൻ ഒരാൾ പോകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിലൊരു ശൂന്യത ഉണ്ടാകും. അവൻ്റെ ജീവിതത്തിനകത്തുണ്ടാകുന്ന ഒരു ശൂന്യത, അത് ചിലപ്പോൾ മനസ്സിനുണ്ടാകുന്ന ശൂന്യതയായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലുണ്ടാകുന്ന ശൂന്യത. പല നിലവാരത്തിലാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. ഇപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് പരാജയപ്പെട്ടവരുണ്ടാകാം. അപ്പോൾ അവരുടെ ജീവിതത്തിനകത്തിൽ നിശ്ചയമായിട്ട് യേശു വെളിപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു ദൈവിക എൻകൗണ്ടറാണ് സത്യം അന്വേഷിക്കുന്ന ആൾക്കാർ. ഒരു ദൈവിക എൻകൗണ്ടറാണ് നമ്മുടെ ലൈഫിനെ നിത്യതയിലേക്ക് നയിക്കുന്നത്. ഇനിയും ഞാനൊരു കാര്യം കൂടെ റോബിനോട് പറയാം. നമ്മുടെ ഒത്തിരി ആൾക്കാർ, ഇപ്പോൾ മഹാത്മാഗാന്ധി യേശുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് യേശുവിൻ്റെ ഉപദേശങ്ങൾ ഇഷ്ടമായിരുന്നു, ഗിരിപ്രഭാഷണങ്ങൾ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് നിത്യതയിലേക്ക് പോകാൻ പറ്റത്തില്ല, നിത്യജീവനിലേക്ക് പോകാൻ പറ്റത്തില്ല. രക്ഷ എന്തിനു വേണ്ടിയാണ്? നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോൾ ഒത്തിരി പേരുടെ ഉപദേശങ്ങളുണ്ട് അല്ലേ, മഹാന്മാരുടെ ഒത്തിരി ഉപദേശങ്ങളുണ്ട്. അതിനകത്തിൽ ഒരു മഹാനാണ് യേശു എന്ന് ചിന്തിച്ചിട്ട് യേശുവിൻ്റെ ബൈബിളിലെ കുറച്ച് ഉപദേശങ്ങൾ എടുത്തിട്ട് ഇതിനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കൊള്ളാം, നല്ലൊരു പ്രസംഗം, കൊള്ളാം, നല്ല ഉപദേശം, ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ബൈബിൾ ആത്യന്തികമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശു ആത്യന്തികമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ കൂടിയെല്ലാം നിത്യരക്ഷ. യേശു എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്താൻ, നിത്യജീവൻ നൽകാൻ യേശു ഇതിനകത്തിലേക്ക് വന്നത്. അപ്പോൾ ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിച്ച് ആ നിത്യജീവൻ കണ്ടെത്തുന്നില്ലെങ്കിൽ അവൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആ നിത്യജീവനാണ് ഏറ്റവും വലുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ലോകമുണ്ട്. രക്ഷ ആ ലോകത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ഒരു വ്യക്തി രക്ഷയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ശിക്ഷ ഒഴിവായി കിട്ടുക, ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരിക. അപ്പം രക്ഷയ്ക്ക് വേണ്ടി
നമ്മളാണെങ്കിൽ ഒത്തിരി മനുഷ്യർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കോടികൾ ചെലവാക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും രക്ഷയിലേക്ക് എത്താൻ പറ്റത്തില്ല. ഫസ്റ്റ് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അപ്പം ഈ പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്, അപ്പം അവരുടെ ഇടയിലേക്ക് നമ്മൾ ദൈവവചനം എത്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മളവരെ ആ 90% ആൾക്കാർ യേശുവിന് വേണ്ടി ഒരുങ്ങിപ്പെട്ട് വരാനുണ്ട്, അപ്പം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എങ്ങനെയാണ്? നമ്മൾ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യേശു കാണിച്ചെന്ന മാതൃകയാണ്. എന്താണ്? സ്നേഹം. അവൻ്റെ പ്രതിസന്ധിക്കകത്തിൽ സഹായിക്കാൻ കഴിയുന്ന ഒരു യേശു ഉണ്ടെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാം. റോബിനെ ഞാൻ പറയാം, ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ലൈഫിനകത്തിലാണെങ്കിൽ പ്രതിസന്ധി വന്നപ്പോൾ അവിടെ വന്നിട്ട് യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പിടികിട്ടത്തില്ല. കാര്യം ഞാൻ അത്രയും ടെൻഷൻ അകത്തിരിക്കുക. അവിടെ യേശുവിൻ്റെ സ്നേഹം ഇറങ്ങിച്ചെന്ന് പാസ്റ്റർ, സ്നേഹം ഇറങ്ങിച്ചെന്ന് ചേർത്ത് പിടിച്ചു പാസ്റ്റർ യേശുവിലേക്ക് വന്നത്. യേശുവിലേക്ക് ചേർത്ത് പിടിച്ചു. മനസ്സിലായി? ചേർത്ത് പിടിച്ചു. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക. 2, ആ ചേർത്ത് പിടിക്കലിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്ന? ഒന്നാമത്തേത് സകല ഹൃദയങ്ങളെയും കവിയുന്ന ദൈവിക സമാധാനം. ഇപ്പം റോബിൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒത്തിരി പേരിപ്പം പ്രതിസന്ധി, ഒരുത്തനാണെങ്കിൽ 10 കോടി രൂപ കടമാണ്, അല്ലെങ്കിൽ വീടിനകത്തിൽ പ്രതിസന്ധിയാണ്. അവൻ ആദ്യം നഷ്ടപ്പെടുന്ന എന്തോ? സമാധാനം അല്ലേ? ആദ്യം അവന് നഷ്ടപ്പെടുന്ന എന്തോ? സമാധാനം. എല്ലാവർക്കും, പലർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? എന്താ പ്രശ്നം? അവൻ്റെ സമാധാനം പോയി. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. അപ്പോൾ ഒരു വ്യക്തിയിൽ യേശുവിനെ വഹിക്കുന്ന റോബിൻ ഒരു വ്യക്തിയിലേക്ക് ചെന്ന് അവനെ ചേർത്ത് പിടിച്ച്, ബ്രദർ, കർത്താവ് യേശു നിങ്ങളെ സഹായിക്കുമെന്ന് പറയുമ്പോൾ റോബിൻ നിൽക്കുന്ന യേശു അവനിലേക്ക് നൽകുന്നത് എന്താണെന്നറിയാമോ? ലോകത്തിന് കൊടുക്കാൻ പറ്റാത്ത സമാധാനം. ആദ്യം അവൻ്റെ വീട്ടിനകത്തിൽ പ്രശ്നത്തിന് പരിഹാരമല്ല ഉണ്ടാകുന്നത്, സമാധാനം. അവരുടെ ഉള്ളിലേക്ക് ഒരു സമാധാനം, അവൻ്റെ ഉള്ളിലേക്ക് സമാധാനം. എൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഉണ്ടായത് ഒരു സമാധാനമായിരുന്നു. മനസ്സിലായി? എൻ്റെ ഉള്ളിലേക്ക് ആദ്യം ഉണ്ടായത് ഒരു സമാധാനമായിരുന്നു. ആ സമാധാനത്തിൽ നിന്ന് ബാക്കി എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. മനസ്സിലായി? അപ്പോൾ ഒരുത്തൻ്റെ ഉള്ളിലേക്ക് സുവിശേഷം എത്തണമെങ്കിൽ ആദ്യം അവന് സമാധാനം ഉണ്ടാകണം. സമാധാനം ഉണ്ടാകാതെ 100 കൂട്ടം പ്രശ്നം തലയിൽ കയറുന്ന ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ റോബിനെ ശ്രദ്ധിക്കും? റോബിൻ പറയുന്ന സുവിശേഷം എങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും എനിക്ക്? ആദ്യം ഒരു സമാധാനം അവിടെ ഉണ്ടാകണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ കേൾക്കുന്നവനായി നിങ്ങൾ മാറുക. ആ ഇന്ന് പ്രശ്നത്തെ കേൾക്കാൻ ആരുമില്ലല്ലോ. പലപ്പോഴും നമ്മുടെ സുവിശേഷകന്മാർ പരാജയപ്പെടാനുള്ള ഒരു കാരണം ഞാൻ പറയാം. വന്നിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഫോണിൽ കൂടെ 2 മണിക്കൂർ സുവിശേഷം പറഞ്ഞൊരു സംഭവമുണ്ട്. അവരുടെ വീട്ടിലൊരു കത്തോലിക്കർ വീടാണ്. അവരുടെ വീടിനകത്തിൽ ഒറ്റ പാസ്റ്റേഴ്സിനെ അവർ വീട്ടിൽ കയറ്റത്തില്ല. കാര്യം എന്താണെന്ന് പറയാം, അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ ഇങ്ങോട്ട് വരും, അവിടെ ആണെങ്കിൽ സുവിശേഷം നിങ്ങൾ യേശു രക്ഷിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. ഞങ്ങൾക്ക് കേൾക്കുമ്പോഴേ ദേഷ്യമാണ്. അപ്പോൾ റോബിനോട് ചോദിക്കുക, പാസ്റ്റർ എങ്ങനെ പിന്നെ പറഞ്ഞെന്ന് ചോദിച്ചു. അവർ എന്നെ വിളിച്ചത്, എൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട് എന്നെ വിളിച്ചത്, അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിക്കകത്തിൽ പരിഹാരമില്ലാത്തത് ഒത്തിരി സ്ഥലങ്ങളിൽ, ഒത്തിരി പള്ളികളിൽ എല്ലായിടും പോയി പരിഹാരമില്ലാതെ ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ അവരുടെ പ്രശ്നം ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചത്. റോബിനറിയോ, ഞാൻ ഏകദേശം 1.5 മണിക്കൂർ സൈലൻ്റ് ആയിട്ടിരുന്ന് അവരുടെ പ്രശ്നം കേട്ടു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞൊരു കാര്യം, എന്നെ ഒരു പാസ്റ്ററായിട്ടല്ല കണ്ട് പിന്നെ അവർ സംസാരിച്ചത്, ഒരു സഹോദരനെ പോലെ എന്നോട് പറയാണ്, പാസ്റ്റർ, ഞാൻ പാസ്റ്ററിനെ, എൻ്റെ സഹോദരങ്ങൾ ഈ പ്രശ്നം കേൾക്കത്തില്ല, എൻ്റെ ഹസ്ബൻഡ് ഈ പ്രശ്നം കേൾക്കത്തില്ല, ആരും കേൾക്കത്തില്ല. പാസ്റ്റർ ഒരു സഹോദരനെ പോലെ ഇരുന്ന് എൻ്റെ പ്രശ്നം ഇത്രയും സമയം കേട്ടു. അപ്പോൾ 1.5 മണിക്കൂർ അവരുടെ പ്രശ്നം ഞാൻ എൻ്റെ പൈസ മുടക്കി അങ്ങോട്ട് നാട്ടിലേക്ക് വിളിച്ച് അവരുടെ പ്രശ്നം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്ന സുവിശേഷം കേൾക്കാൻ അവർ റെഡിയായി. പിടികിട്ടിയ റോബിന്. അപ്പോൾ അവർ ചെയ്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഫോണിൽ കൂടെ അവരോട് സംസാരിക്കുന്നത്, അവർ സ്പീക്കർ ഫോൺ ഓൺ ചെയ്ത് ഞാൻ പറയുന്ന ഈ സുവിശേഷം അവർക്ക് മനസ്സിലായി. ഈ പറയുന്ന സുവിശേഷത്തിന് എന്തോ കാര്യമുണ്ട്. ഞാൻ ഉദാഹരണ സഹിതം പല കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞപ്പോൾ അപ്പനെയും അമ്മയും എല്ലാവരും പിടിച്ച് അടുത്തിരുത്തി സ്പീക്കർ ഫോണിൽ അവരെ മൊത്തം കേൾപ്പിച്ചപ്പോൾ ഞാൻ UA ഇരുന്നിട്ട് നാട്ടിലെ ഒരു കത്തോലിക്ക ഒരു കുടുംബത്തിൻ്റെ വീട്ടിനകത്തിൽ അവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ 3 പേര് ഒരുമിച്ചിരുന്ന് സുവിശേഷം കേൾക്കുക. പല പാസ്റ്റേഴ്സിനും വാതിലിടഞ്ഞ സുവിശേഷം എങ്ങനെ കേട്ടു? 1 മണിക്കൂർ അവരുടെ വിഷയം ഞാൻ കേട്ടപ്പോൾ എൻ്റെ അടുത്ത 1 മണിക്കൂർ എനിക്ക് അവരോട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ സ്നേഹമാണ് യേശു കാണിച്ച അതേ സ്നേഹം അവരുടെ ഉള്ളിലേക്ക് അയക്കണം. അതായത് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങളോട് ചേർന്ന് നിന്നിട്ട് അതിനുള്ള ഉപദേശങ്ങൾ കൊടുത്ത് അവരെ അതിലേക്ക് കൊണ്ടുവരണം. നിശ്ചയമായിട്ടും മനസ്സിലായോ? അപ്പോൾ അവരെല്ലാം സുവിശേഷം കേട്ടു. അന്ന് അവർ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് അവർ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിൻ്റെ ഉള്ളിലേക്ക് യേശുവിൻ്റെ സ്നേഹം എത്തുന്നത്, അത് രക്ഷിക്കപ്പെടുന്നത് എപ്രകാരമാണ്, എങ്ങനെ വ്യക്തിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. വളരെ ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ സാംപാസ്റ്റർ അതിനെക്കുറിച്ച് പറയാനിടയായി. അടുത്ത ദിവസങ്ങളിൽ തുടർന്നുള്ള രക്ഷിക്കപ്പെടുന്നതും സാംപാസ്റ്ററെ സ്നാനപ്പെടുന്നുള്ള കാര്യങ്ങളൊക്കെയും ചെറിയ വാക്കുകളിൽ ഇവിടെ അവതരിപ്പിച്ചു. തുടർന്ന് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് എപ്രകാരം പരിശുദ്ധാത്മ ഗൈഡൻസ് പ്രാപിക്കുന്നു അതിനെക്കുറിച്ചുള്ള തുടർ ദിവസങ്ങളിൽ നമുക്ക് കാണാം. അതിനുവേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.